നമ്മുടെ തൊടിയിലെ ഔഷധങ്ങൾ എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന തൊടിയിലെ ഔഷധമല്ല, വനത്തിലെ ഔഷധമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വനപ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ പൂങ്കാവനം ശബരിമലയുടെ ഭാഗത്താണ്. ഇതിലൂടെ പ്രകാശനുണ്ട്, ഇവർ മലമണ്ടാര ഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഈ ഗോത്ര വിഭാഗങ്ങൾക്ക് പല സാധനങ്ങളും തിരിച്ചറിയാൻ പറ്റും. എനിക്കിപ്പോൾ ഒരുപാട് നാളുകൊണ്ട് ഈ വനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്, ചില മരുന്നൊക്കെ അറിയാം. പക്ഷെ നമ്മൾ നിസ്സാരമായി കാണുന്ന ചില പുൽക്കുടികൾ പോലും മരുന്നാണ്. അങ്ങനെ പ്രകാശം കുറച്ച് മരുന്നുകളൊക്കെ പറഞ്ഞു തരാൻ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഞാനത് ഒന്ന് നോക്കാം, കാണാം, കേൾക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഗിരടക്കുടിയും അതുപോലെയുള്ള ആരോഗ്യ പച്ചിയും ഒക്കെ ഉണ്ട്. ആരോഗ്യ പച്ചി ഇവിടെ വലുതായിട്ടില്ല അല്ലേ? ഇവിടെ മറ്റേ നമ്മുടെ ശതാവരി കിഴങ്ങൊക്കെ നിങ്ങൾക്ക് അറിയാം, ഭയങ്കര ഔഷധമാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വേറെന്താണ്? മടന്തവള്ളി, പിന്നെ കോടാസല. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരുണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരു പുൽ തുമ്പ് പോലും മരുന്നാണെന്ന് പ്രകാശം പറഞ്ഞാൽ അതുകൊണ്ട് കുറച്ച് സാധനം കാണിച്ചു തരാം. പ്രകാശേ, നമ്മൾ ഈ വനത്തിൽ താമസിക്കുന്ന നമുക്ക് ഒരുമാതിരിപ്പെട്ട പച്ചമരുന്നുകളെല്ലാം അറിയാം, ഒറ്റമൂലി മരുന്നുകളല്ലേ? അറിയാം. പനി വന്നാലൊന്നും ആശുപത്രി പോവില്ല, ചെറിയ പനിക്കൊന്നും പോകുന്നില്ല. അപ്പൊ നമ്മള് അത്യാവശ്യം നമുക്ക് എന്തൊക്കെ മരുന്നുകളുണ്ട് ഈ വനത്തില്? അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അണലിപെട്ട പാമ്പ് പെട്ട ഈ പാമ്പ് വിഷം തൊട്ട് കഴിഞ്ഞാൽ അതിനുള്ള പട്ട മരുന്നുണ്ട്. പാമ്പ് വിഷം തൊട്ട നമുക്ക് കേൾക്കൂല. പിന്നെ അതുപോലെ ഉദിപ്പട്ട എന്ന് പറയുന്ന പട്ടയുണ്ട്. അത് ഈ വെട്ടുമുറിവിനൊക്കെ നമ്മൾ അതാ ഉപയോഗിക്കുന്നത്, ഉദിപ്പട്ട. പിന്നെ ഈ നെല്ലിപ്പട്ട, ഈ ചെറുതൊടലി ഇത് നമ്മള് ഇതാ ചെറുതൊടലി നിൽക്കുന്ന തൊടലി മുള്ളായിരുന്നു ഇത്. പക്ഷെ ഇത് നമുക്ക് ഈ വെള്ളം പതിമുഖം വെള്ളം ഇട്ട് കുടിക്കും പോലെ അതിന്റെ വേര് കിളച്ചിട്ട് നല്ല കഴുകിയിട്ട് അരിഞ്ഞ് ഉണക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് വെള്ളം ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ ശരീരം കായ കഴിക്കാറുണ്ട്. അതുപോലെ ഔഷധം ഇതിനകത്ത് നമുക്ക് ഈ ദേഹത്തിലെ മിഷ്ടം ഇതെല്ലാം നമുക്ക് മാറും ഈ വെള്ളം ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ. മിഷ്ടം ദേഹം വേന നല്ല വേർത്ത് വെള്ളമൊക്കെ പുറത്ത് പോകും. ഒരു ഇത് ഉണ്ടാകത്തില്ല, കൊളസ്ട്രോൾ ഒക്കെ കുറയാനുള്ള ഒരു മൂത്രക്കല്ലിനൊക്കെ. പിന്നെ അതുപോലെ തന്നെ വേണ്ട ഇത് സദാവലി, അത് നീരിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന. ഈ കോടാസല എന്ന് പറയുന്ന ഒരു പേരാ. കോടാസല നമ്മൾ ആദ്യമായിട്ട് മണമുണ്ട് മണപ്പിച്ച മണമുണ്ട്. പക്ഷെ ഇത് നമ്മളെ ഈ വയറ്റിളക്കം ഇതിന്റെ വേര് നമ്മള് ഉണ്ട്. ഇതിന്റെ വേര് നമ്മൾ കിളച്ച് കഴുകി അരിഞ്ഞ് ഈ വെള്ളത്തിനകത്ത് അത് ശകലം തേയിലയും കൂടെ ഇടണം. ഒരു 7 കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിയുപ്പാലും മതി. ഒരു ശകലം ഒരു ഇത്രയും 7 തുടം പോലെ ഇട്ട് ഒരു 5 ഗ്ലാസ് വെള്ളത്തിനകത്ത് 5 or 7 ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. അത് വറ്റി ഒരു 1/2 ഗ്ലാസ് ആവണം. അത് വരെ നല്ല അടച്ചു വെച്ചേക്കണം. ഇത് നമ്മൾ കഷായം ഇടുന്ന പോലെ ആവിയിൽ വെച്ചേക്കണം. ഇത് നമ്മൾ കാണുമ്പോൾ വയനാട് ഒരു ഷേപ്പ് ഉണ്ടല്ലോ. വയനാട് ഷേപ്പ് ഉണ്ട്. വയനായിട്ട് ബന്ധമൊന്നുമില്ല. വയന ഇതാ വയന താണ്ട് ഇത് വയനയാ, കാട്ട് വയനയാ. ഇത് കോടാസല പേരെന്ന് പറയും. ഇതാ ഒറിജിനൽ. വെള്ളം തിളപ്പിച്ച് വറ്റിച്ച് അത് കുടിച്ചാൽ മതി. ഈ വയറുകടി വയറ്റിളക്കം കഴിക്കുന്നത്. അതിനാ ഇത് കഴിക്കുന്നത്. നീര് പറ്റാനുള്ളതാ. പിന്നെ അതുകൊണ്ട് അത് മറ്റേ ഈ ശതാവരി വനത്തി ധാരാളം. കിഴങ്ങ് എടുക്കാറുണ്ട്. മഞ്ഞപ്പിത്തത്തിന് ബെസ്റ്റ് മരുന്നതാണ്ട് ഇത്. ഇത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഇതാ മഞ്ഞപ്പിത്തത്തിന്. ഇതിന്റെ പേരെന്ന് പറയുന്നത്, ഇത് ഞങ്ങള് മടന്തവള്ളി എന്ന് പറയും. മടന്തവള്ളി. തിളപ്പിച്ചതല്ല, ഇത് അലുവ പോലെ വരും. പ്ലേറ്റിനകത്ത് ഇത് പിഴിഞ്ഞ് ഇതിന്റെ ഇലയില്ലേ, ഇല പിച്ച് നല്ല കഴുകിയിട്ട് പിഴിഞ്ഞ് നമ്മള് പാത്രത്തിൽ വെച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ അലുവ പോലെ പീസ് പോലെ കണ്ടിച്ച് അലുവ തന്നെ സെറ്റാവും. അലുവ പോലെ ആവും. ഇല എടുത്ത് നല്ല കഴുകിയിട്ട് പിഴിഞ്ഞ് ഒരു ശകലം പഞ്ചസാരം കൂടെ, കയ്പാകണം, ശകലം പഞ്ചസാരം കൂടെ ഇട്ട് ഒരു 1/2 മണിക്കൂർ പ്ലേറ്റിൽ വെച്ചിരുന്നാൽ മതി. പ്ലേറ്റിൽ നല്ല അടച്ചു മൂടി വെച്ചിരുന്ന് അത് കഴിയുമ്പോൾ നമ്മൾ പിച്ചാത്തിയിൽ ഇത് കണ്ടിച്ച് പീസ് പോലെ എടുക്കാം. വലിയ വള്ളികളുണ്ട്. ഇത് ചെറിയ ഏളം കൊടിയാണ് അങ്ങനെ നിൽക്കുന്നത്. എല്ലാരും പറയുന്ന വനത്തിൽ അവിടെയൊക്കെ കാണുന്ന മിക്കവാറുള്ള എല്ലാം നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. അല്ലാത്ത ഒരാൾ വന്നാൽ ചിലപ്പോ നമ്മുടെ ചവിട്ടി പോയാലും എന്താ നമുക്ക് അറിയത്തില്ല. ശതാവരിയൊക്കെ നമുക്ക് അറിയാം ഈ പറയുന്ന സാധനം. അപ്പൊ ഇത് വളരെ വലിയൊരു ഔഷധമല്ല. ഇത് വളരെ വലിയൊരു അവസ്ഥ. മഞ്ഞപ്പിത്തത്തിന് ഇതാ ഞങ്ങള് ഉപയോഗിക്കുന്ന സാധനം. നമുക്ക് ഇതുകൊണ്ട് വേറെ സൈഡ് എഫക്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ല, വേറെ ഒന്നും റിയാക്ഷൻ പോലെ ഒന്നും ഉണ്ടാവത്തില്ല. ഇതും ഒരു മരുന്ന് പോലുള്ള സാധനമാണ്. ഇതും മരുന്ന് പോലെ സാധനം. ഇതോ, ഇത് പറയാൻകൊടി എന്ന് പറയും. ഈ പറയാൻകൊടി എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് മരുന്നായിട്ട് കൂടുതൽ അങ്ങനെ ഉപയോഗിക്കത്തില്ല. പിന്നെ ഈ പട്ടിക്കൊക്കെ മുറിവ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ നായ്ക്കൾക്ക്
അത് ഈ കരിക്കണം ഇതിന്റെ ഇത് കൊടി പറിച്ച് കരിച്ചിട്ടേ ആ കരി വെളിച്ചെണ്ണയിൽ പുരട്ടിയിട്ടാൽ മതി. ഓ നായ്ക്കളെ ഏത് മുറിവ് കരി? മുറിവ് കരി. വനത്തിലേക്കുള്ള നായ്ക്കളെ ചില മൃഗങ്ങളൊക്കെ പിടിക്കുമ്പോഴൊക്കെ ഇതാ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഔഷധങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. വനഭോഗങ്ങളൊക്കെ ശേഖരിക്കാൻ നമ്മള് അത്യാവശ്യം നമുക്ക് പുറത്ത് കൊടുക്കാനൊക്കെ പറ്റുമല്ലോ. പറ്റും. കുഴപ്പമില്ല. ഇപ്പൊ സീസൺ അല്ല. സീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മലഞ്ചരക്കന്റെ സീസൺ അങ്ങനെ അല്ല. കുന്തിരിക്ക മാത്രമേ ഇപ്പൊ ഉള്ളൂ. പിന്നെ പോയില്ല, തേൻ അങ്ങനെ ഒന്നുമില്ല, ഒന്നും ആയിട്ടില്ല. എത്ര ദിവസമൊക്കെ വനത്തിൽ പോയി താമസിക്കുന്നത്? വനത്തിൽ പോയി 1 മാസമൊക്കെ ആവും. ഫാമിലി ആയിട്ട് പോകും. ഫാമിലി ആയിട്ട് പോകും. പാചകം ചെയ്യാനൊക്കെ അവിടെ തന്നെ പാചകം ചെയ്യുന്നത്. കിഴങ്ങുകളൊക്കെ കിട്ടുമോ കഴിക്കാനുള്ള? കാട്ടുകാച്ചിലുണ്ടല്ലേ? കാട്ടുകാച്ചിലുണ്ട്, പിന്നെ ഈ ഞൂറനുണ്ട്, വെള്ളം അങ്ങനൊക്കെ ഉള്ളതുണ്ട്. അത് നമുക്ക് നല്ല ഔഷധമാണല്ലേ? അത് ഔഷധം. പിന്നെ പനംപൊടി ഞങ്ങള് ഇപ്പൊ എടുക്കുന്നുണ്ടോ? ഇപ്പൊ എടുക്കാൻ പോകുന്നില്ല. ഉള്ളി പോയാൽ എടുക്കാം. റോഡ് സൈഡ് വിലയുണ്ട്, പക്ഷെ നമ്മള് എടുക്കാൻ പാടായാലും എടുക്കണം. അത് ഇവിടെ റോഡ് സൈഡ് ഒന്നും പനയൊന്നും അങ്ങനെ വെട്ടാൻ പറ്റത്തില്ലല്ലോ. ഉള്ളിൽ വല്ല ആറ്ററമ്പിലും വല്ല ആണെങ്കിലേ വെട്ടാൻ പറ്റും. മരത്തിലൊന്നും കയറി അങ്ങനെ വെട്ടാൻ പറ്റത്തില്ല. അതാ കാര്യം. ഔഷധങ്ങൾ ഇഷ്ടം പോലെ നമ്മൾ അത്യാവശ്യം ആശുപത്രിയൊക്കെ രോഗശമനത്തിന് വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വരുന്ന അത് പനിക്കൊടി എന്ന് പറഞ്ഞൊരു കൊടിയുണ്ട്. അത് ഞങ്ങൾ ഈ പനിക്ക് അവിടെ ഉണ്ട്. ഇപ്പൊ അടുത്തില്ല, ഇച്ചിരി അളവത്തോട്ട് പോകണം. പനിക്കൊടിയുണ്ട്, താഴെ കൊണ്ട് അവിടെ ഉണ്ട്. പക്ഷെ അത് ഞങ്ങൾ വെട്ടിക്കൊണ്ടുവന്ന് വിച്ച് പോലെ തുണി വെച്ച് ഇങ്ങനെ വലിക്കും. വിച്ച് പോലെ നല്ല ഇതാ കണ്ണിക്കൂടെ വെള്ളം ചാടും. അത് വലിക്കുമ്പോഴത്തേക്ക് അകത്തുള്ള നമ്മള് അമൃതാഞ്ചം വെളിയിൽ പോയി വാങ്ങിച്ചില്ലെങ്കിൽ ഇത് മതി, വലിച്ചാൽ എല്ലാം പോകും. നല്ലതാ. വെച്ച് പോലെ വലിച്ചാൽ മതി. അത് പനിക്കൊടി എന്ന് പറയും. വേറെ ഒരുപാട് മരുന്നുകളുണ്ട്. എല്ലാം കൂടെ ഉണ്ട്. അത് കുരുമുളക്, വള്ളി, ഇഞ്ചി, ഇങ്ങനെ നമ്മുടെ എന്തുവാ കച്ചോലം. വനത്തിലുണ്ട്. കച്ചോലമുണ്ട്. 2 ഐറ്റം ഉണ്ട്. ഏറ്റവും ചെറുതുമുണ്ട്, വലുതുമുണ്ട്. പിന്നെ മരമഞ്ഞൾ എന്ന് പറയുന്ന മഞ്ഞക്കൊടിയാ മരമഞ്ഞൾ എന്ന് പറയുന്നത്. അതുണ്ട്. പിന്നെ ഈ ചണ്ണക്ക തന്നെ മരുന്ന് തന്നെ. ഈ ചണ്ണയുടെ ഷാമ്പു ആയിട്ട് ഉപയോഗിക്കും. വേറെ അങ്ങനെ ഈ ചണ്ണക്ക അത് ഈ വയറുകടിക്ക് കൊള്ളാം. ഈ ചണ്ണക്ക ഉരച്ച് നമ്മൾ ഈ വയറുകടി വയറ്റിളക്കം ഉണ്ടെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ മാറും. ഈ ചണ്ണക്കയും കൊള്ളാം. അത്യാവശ്യം വെക്കാറുള്ള മെഡിസിൻസ് ഒക്കെ നമുക്ക് വനത്തിലുണ്ട്. സാഹചര്യങ്ങളൊക്കെ ശരിയായാൽ മതി. അതാ. വാതക്കൊളയുണ്ട്, നീരിനുള്ള വാതക്കൊള എന്ന് പറയുന്നത് ഇവിടെ സാധനം ഇല്ല. അത് ഈ കൊളയാ. അത് നമ്മള് ഈ ചൂടാക്കണം, ചെറുതായിട്ട് ചൂടാക്കണം. പിഴിഞ്ഞ് ചാറ് നമ്മൾ പരത്തിയാൽ മതി. വാദങ്ങൾ, കാലിലെ പെരുപ്പും കൈ മരവിപ്പും ഇതെല്ലാം മാറും. അതാ വാതക്കൊള എന്ന് പറയാം. ഈ കുപ്പി ആന വന്ന് ഈ കയറി തട്ടുമ്പോഴത്തെ നമുക്ക് അറിയാൻ വേണ്ടിട്ട്, കയറി തട്ടുമ്പം ഇതറിയും. നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പട്ടി അറിയും. സൗണ്ട് അങ്ങനെ ഞങ്ങൾ അറിയുന്നത്. തട്ടും അറിയും. ഇത് പട്ടിക്കാണെങ്കിൽ എല്ലായിടത്തും കെട്ടിയിട്ടുണ്ട്. ഇത് പൊക്കി മാറ്റിയിട്ട് ഇപ്പുറത്ത് വരാൻ വേണ്ടിട്ടേ, ഇത് പൊക്കിയാലും ഈ കുപ്പി തട്ടും, സൗണ്ട് കെട്ടും. ഇതാ അതിന്റെ ആന വരുമ്പോ അറിയാൻ വേണ്ടിട്ട് ആ കുപ്പി കെട്ടിയിരിക്കുന്നു. അല്ലാതെ നമുക്ക് ഇവിടെ ഒരു സുരക്ഷിതവും ഇല്ല. കാട്ടിനകത്ത് കിടക്കുമല്ലേ. ഇങ്ങനെ കയറി വരും. വാഴയൊക്കെ വന്ന് എടുക്കും. മറ്റേ തൃപ്പലയുടെ കൂട്ടുള്ള ചെറു കുരുമുള. ഇതെന്ന് പറയുന്നത് എലിമുളക് എന്ന് പറയും. ഇതാ ഞാൻ പറഞ്ഞ ആ മടന്ത എന്ന് പറയുന്ന വള്ളി. മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കുന്ന പാത്രത്തിൽ വെച്ച് ഇച്ചിരി ശാല വെള്ളവും ചേർത്ത് പഞ്ചസാരയും ചേർത്ത് കട്ടിയാകുമ്പോൾ കണ്ടിച്ച് കഴിക്കും. മഞ്ഞപ്പിത്തത്തിന് ഭയങ്കര ഔഷധമാണ്. മഞ്ഞപ്പിത്തത്തിന് ഭയങ്കര ഔഷധം. ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്ര വലിയ മഞ്ഞപ്പിത്തം മാറും. കരൾ വീക്കത്തിനല്ല അല്ലയോ? നല്ലതാ. ഇത് ഓവറാവുന്നതിന് പിന്നെ നമ്മൾ തുടക്കം തൊട്ടേ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൂർണ്ണമായി മാറും. ഇത് വേറെ വിഷമൊന്നുമല്ല. നമുക്ക് എപ്പോ ആണെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പം അസുഖം ഇല്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ വേലിപ്പടർപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് കട്ടുകൊടി എന്നും പറയും. കട്ടുകൊടി എന്ന് പറയും, മറന്നെന്ന് പറയും. വേറൊരു കോളനി പോകുമ്പോ ഇതിന് വേറെ പേരാ.